ഇനി അങ്ങോട്ട് എത്ര സിനിമ ചെയ്താലും ഇതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ക്യാരക്ടർ വൈസ് ഇറ്റ്സ് എ വെരി വെരി ഒരു ചാലഞ്ചിങ് ആൻഡ് ഡിഫറെന്റ് എക്സ്പീരിയൻസ്. ചില പടങ്ങളുണ്ട് നമ്മൾ ഈ കഥ കേട്ടതിന് ശേഷം തീരുമാനിക്കണം, പലപ്പോഴും അങ്ങനെയുള്ളൂ. പക്ഷെ ഇങ്ങനത്തെ ആൾക്കാർ വിളിക്കുമ്പോൾ കേൾക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മനസ്സുകൊണ്ട് തീരുമാനിച്ചു. അല്ലെങ്കിൽ ഭയങ്കര ത്രില്ലർ എന്ന് പറഞ്ഞതിൽ അങ്ങനെ ഭയങ്കര ത്രില്ലറായിട്ട് ഉള്ളൊരു സിനിമയല്ല അത്. എലിമെന്റ്സ് ഒക്കെ ഉണ്ട് പടത്തിൽ, പലതും ഉണ്ട്. പക്ഷെ അത് സ്ക്രീൻ പ്ലേ ആണ് എനിക്ക് ആദ്യമേ തന്നത്. എനിക്ക് കഥ ആദ്യമേ പറയട്ടെ എന്ന് ചോദിച്ചപ്പോൾ ബാവലേടം പറഞ്ഞില്ല, എനിക്ക് കഥ പറഞ്ഞാൽ കിട്ടൂലടാ, നീ അത് വായിക്ക് എന്ന് പറഞ്ഞിട്ട് എനിക്ക് അപ്പം തന്നെ ഒരു 2 ബുക്ക് എടുത്ത് തന്നിട്ട് ഇപ്പം തന്നെ വായിച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്ക് റൂമൊക്കെ എടുത്ത് തന്ന് ഞാൻ അവിടെ പോയിരുന്ന് വായിച്ചു തുടങ്ങി. സാഹസം എന്ന് പറഞ്ഞൊരു പടമാണ് ഇപ്പോൾ ലാസ്റ്റ് ചെയ്തത്. അതൊരു ഹ്യൂമർ സാധനം ആൻഡ് ഐ റിയലി എൻജോയ്ഡ് ഡൂയിങ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ നരേനെ തിരിച്ചു കിട്ടിയെന്ന് കുറേ കമൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അധികം പടങ്ങളും ചെയ്യാൻ പറ്റാറില്ല. അതിൻ്റെ ഒരു പ്രശ്നവും ഞാൻ ഫേസ് ചെയ്യാറുണ്ട്. ഒരു സൈഡിൽ ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായി, പക്ഷെ അതേ സൈഡിൽ ഞങ്ങൾക്ക് ഭയങ്കര ഒരു സങ്കടം കൂടെ ഉണ്ട്. മേ ബി ലാസ്റ്റ് സിനിമ എന്ന് പറയുന്നുണ്ട്. എനിക്ക് 1-2 സീക്വൻസുകൾ തലപതിയായിട്ടുണ്ടായിരുന്നു, വിജയ് സാറിനായിട്ടുണ്ടായിരുന്നു. ഞാൻ വളരെ എക്സൈറ്റഡും ആയിരുന്നു. ഞങ്ങളുള്ള സീനും വളരെ ഇൻറ്റൻസ് ആയിരുന്നു. പടക്കളം ഞാൻ എത്താൻ ആഗ്രഹിച്ച ഒരു എന്താ പറയുക, ഒരു കരിയർ പാത്തിലേക്കുള്ള ഒരു എന്താ പറയുക, ഒരു ഷോർട്ട് കട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു സിനിമയാണ് പടക്കളം.